മരണത്തിലും അവസാനമായി നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്കിപ്പം മനസ്സിലാകില്ല എങ്കിലും ഞാൻ അവർക്കൊരു സൈക്കോളജിസ്റ്റ് മാത്രമല്ലായിരുന്നു. അവരുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെയായിരുന്നു അവരെന്നെ കണ്ടത്. ഇന്ന് യാത്രയ്ക്കിടയിലാണ് ഒരു മരണ വാർത്ത അറിഞ്ഞത്. ചില കാര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച് ഉറപ്പിച്ചതുകൊണ്ട് അവിടെ പോകേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ടും ഞാൻ അങ്ങോട്ട് യാത്ര തുടർന്നു. പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ തിരിച്ച് ഈ മരണസ്ഥലത്തേക്ക് എത്തി. അണഞ്ഞു തുടങ്ങിയ ചിതയ്ക്കടുത്ത് ചെന്ന് കുറച്ച് നേരം നോക്കി നിന്നു. അപ്പോൾ അവരുടെ മകൾ വന്നു പറഞ്ഞു, അമ്മ മരിക്കുന്നതിന് മുമ്പ് ഏട്ടനോട് പറയാൻ പറഞ്ഞു, അമ്മേനെ ഈടെന്ന് പറഞ്ഞു വിടല്ലേ, അമ്മയ്ക്ക് ഇവിടുന്ന് പോകാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അവരെ എല്ലാവരെയും നോക്കി നിന്നു. അപ്പോൾ ഞാൻ എന്താണ് ഇതിന് മറുപടി പറയുന്നതെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. ഞാൻ അകത്ത് ചെന്ന് അവരുടെ ഭർത്താവിനെ കണ്ടു. അദ്ദേഹം വർഷങ്ങളായി തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം കണ്ണ് നിറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാനും അവളും ഒരു ട്രങ്ക് പെട്ടിയായിട്ട് ഈ നാട്ടിൽ വന്നതാണ്. ഇന്ന് കാണുന്ന അവരുടെ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളെല്ലാം ഞാനും അവളും കൂടി കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തതാ എന്ന് പറഞ്ഞു. പിന്നെ അവൾ മരിക്കുന്നതിന് മുമ്പേ എനിക്ക് മരിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അവൾ എന്നെ സ്നേഹം കൊണ്ട് ഇവിടെ തളച്ചിട്ടു. എന്നിട്ട് ഓള് നേരത്തെ പോയി. മോനെ, എന്താ ഓള് ഈടന്ന് പോണ്ട, ഓൾക്ക് ഈടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞെന്ന് നിനക്കറിയോ? ഓൾ ഒറ്റയ്ക്ക് എവിടെയും പോകില്ലടോ. അവൾ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യും പിടിച്ചേ പോകാറുള്ളൂ. ചിലരങ്ങനെയാണ്. മരണത്തിൽ പോലും വിട്ടുപിരിയാൻ കഴിയാത്ത ബന്ധങ്ങൾ ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ് യഹീ നരക് യഹാ, ഇസ്കേ സിവാ जाना